അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറി ഒരു അൺലോഡിങ് ഉണ്ട്. അൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം അതെൻ്റെ 185 കിലോമീറ്റർ മാറിയിട്ട് ഒരു ലോഡിങ്ങും ഉണ്ട്, ഒരു ഫ്യൂവലിങ്ങും ഉണ്ട്. ഓസ്ട്രേലിയ ഒരു ഫ്യൂവലിങ്, ദെൻ നമുക്ക് ഇറ്റലി ഡയറക്ഷനിൽ ബാരിക്കാണ് കേട്ടോ പോകേണ്ടത്. ഇത്രയാണ് ഇന്നത്തെ ഒരു ചാർട്ടിലുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇത് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി അത് കഴിഞ്ഞ് ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് അളവിനാണ് ഗേറ്റ് പണിത് വെച്ചേക്കുന്നത്. ഓൾറെഡി നമ്മൾ പേയ്മെൻ്റ് ഒക്കെ അടച്ചതാണ്. അടച്ചു. നമ്മൾ നേരെ ആകാശമൊക്കെ സെറ്റപ്പ് ആകാശമല്ലേ. അപ്പോൾ നമ്മുടെ അവിടുത്തെ അൺലോഡിങ് കഴിഞ്ഞിട്ടാ, രാവിലത്തെ അൺലോഡിങ് കഴിഞ്ഞ് അടുത്ത ലോഡിങ്ങിന് വേണ്ടി പോവാം. നമുക്ക് ഇന്ന് റൂഫെല്ലാം പൊക്കണമായിരുന്നു. റൂഫൊക്കെ പൊക്കി നമ്മൾ ശകലം കിടന്ന് മെനക്കെട്ടോ. റൗണ്ട് പൊട്ടി വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ദൈവമേ, പേടിച്ചു പോയി. ആംബുലൻസാണ് തൊട്ട് പുറകെ വന്നത്. അവൻ അപ്പുറത്തോട്ട്. നമ്മൾ അടുത്ത ലോഡിങ് നമുക്ക് 8 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളെ വണ്ടി എങ്ങനെ വെച്ചാൽ ഒരു 9:30 ആവും ചെല്ലുമ്പോൾ. കാരണം ഇവിടെ 6 മണിക്ക് പറഞ്ഞിട്ട് നമ്മൾ 5:45 വന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറക്കി കിട്ടുന്നത് 7:30-ക്കാണ്. ആ 1.5 മണിക്കൂർ അവിടെ പോയത്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി ഒരു വണ്ടിയും കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടിയിൽ അൺലോഡ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടിയെ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെതായ ഡിലേ ഉണ്ടാവും. അതായത് 1.25 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ആ 1.25 മണിക്കൂർ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ക്യൂ കാണും. ആ ക്യൂവിന് ശേഷമേ നമുക്കിന്ന് ലോഡ് കയറി കിട്ടുള്ളൂ. നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നമ്മളൊന്ന് ടൈം ഒന്ന് ഷഫിൾ ചെയ്ത് ഓടേണ്ട വരും. കാരണം നമുക്കിത് 30-ാം തീയതി രാവിലെ ഇറക്കേണ്ട ലോഡാണ്. 1200 കിലോമീറ്റർ മിച്ചം ഓടേണ്ടതാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് നോക്കിയിട്ട് നോക്കാം. കാരണം അതിനിറക്കി ഓസ്ട്രേലിയ ഒരു ഫില്ലിങ്ങും അവിടെ ഒരു ബ്ലോക്കുള്ള. നമുക്കിനി ഒരു 80 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് അടുക്കൂട്ടാ. എന്നാലും എൻ്റെ കൂട്ടത്തിൽ വന്ന വണ്ടിക്കാരനെ ഒന്നും റോഡിൽ പോലും ഞാൻ കണ്ടില്ല. അത് ഏത് വഴിക്ക് പോയാവോ? ഡോഡ്ജ് ചലഞ്ചർ. അപ്പോഴേ നമുക്ക് ഇനി നമ്മൾ റാമ്പിൽ നിന്ന് ലോഡ് എടുത്തു. ഇനി ബെൽറ്റ് അടിക്കണം. ബെൽറ്റ് അടിക്കാനായിട്ട് ബെൽറ്റെല്ലാം ഞാൻ അകത്തിട്ട് വെച്ചു. ഇത് ബെൽറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാൽ നോക്കും. വേണ്ട വേണ്ട സാധനം കയറ്റി വെച്ചേക്കണം. വേണ്ട, ഇവിടെ ഈ പണി മാത്രമല്ല, ഇവിടെ AC ക്യാബിൻ മാത്രമല്ല കേട്ടോ. നമുക്ക് നമ്മൾ അവിടുത്തെ റാമ്പ് കയറ്റി വെച്ച ലോഡാണേ. റാമ്പിൽ കയറ്റിയ സാധനം നമ്മൾ റാമ്പിൽ നിന്ന് കയറ്റി പുറത്തിറക്കിയിട്ട് നമ്മളത് ബെൽറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെയുണ്ട് പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെ തരണം കേട്ടോ. ഇനി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകണം. എടുത്തുകൊണ്ട് പോയി അവിടെ നമ്മൾ ബെൽറ്റ് ഇവിടെ 3 എണ്ണം 1 2 3 4 ഒരെണ്ണം 5 എണ്ണം അവിടെ വേണം.
5 മടക്കി വെക്കും കേട്ടോ. എന്തിനാണ് മടക്കുന്നതെന്നറിയാം? ഇങ്ങനെ മടക്കിയിട്ട് ആ ടൈറ്ററിൻ്റെ ലോക്കില്ലേ, അത് ചിലപ്പം നമ്മൾ ശകലം ഇതായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും. ഇല്ല, കറക്റ്റായിട്ട് ലോക്ക് വീണില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വീഴാതിരിക്കാനായിട്ട് നമ്മൾ അത് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്ന പരിപാടിയാണ് ഇത്. ഇങ്ങനെ അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ചുരുട്ടും. എന്നിട്ട് ഈ ലോക്കലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേണ്ട അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത് പറഞ്ഞു പോരുമില്ല. ഒരു വണ്ടിക്കകത്തുള്ള ഫുൾ ബെൽറ്റും ഫുള്ള് ടൈറ്ററും, അതായത് ഏതാണ്ട് 28 ബെൽറ്റും 28 ടൈറ്ററും അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇനി കോർണർ കൂടെ വെക്കണം. ഇതാണ് ഈ പണിയിലുള്ള അടുത്ത ഗുഡൻസ്. ഇത് വേണ്ട, ഫുൾ ബെൽറ്റും ഫുൾ ടൈറ്ററും ഇട്ട് പരിപാടി കഴിഞ്ഞ് ഇനി സൈഡ് കട്ടൺ അടയ്ക്കുന്നതിന് മുന്നേ അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണം. അപ്പോൾ ആ ഫോട്ടോയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു. ഇനി അവരുടെ അടുത്ത് പോയി ഓഫീസിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ആളെ വിളിച്ചുകൊണ്ട് വേണം വരാൻ. കേട്ടോ, ഇതാണ് മോനെ, ഇതാണ് ഇവിടുത്തെ ട്രക്കിങ്. മനസ്സിലായിട്ടില്ലാത്തവരൊന്ന് പറയണം കേട്ടോ. ഇതിനെയാണ് നമ്മൾ ട്രക്കിങ് എന്ന് പറയുക. ഒരെണ്ണം ഷഫിളായിപ്പോയി. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണല്ലോ. സോ ബുക്കും പേപ്പറും ഒക്കെ വാങ്ങിക്കണം. ബുക്കും പേപ്പറും നമ്മുടെ ഇത് വാങ്ങിക്കണം. നമ്മുടെ ഡോക്യുമെൻ്റ്. അതിനുവേണ്ടി പോകട്ടെ. ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ലേ. ഇതവിടെ ഡോക്യുമെൻ്റ്. ഇത് ജിഫർ ഷൈൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണത്. 28/4/10/22 ലോഡാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നേക്കുന്ന സാധനം. ഇനി നമുക്ക് ഇത് ഫുള്ള് കട്ടൻ മൊത്തം ക്ലോസ് ചെയ്ത് സംഭവം സെറ്റാക്കണം. അടുത്ത പണി അതാണ്. നമ്മൾ എപ്പം വണ്ടിയെ പിടിക്കാൻ പോയാലും, വണ്ടിയുമായി ബന്ധപ്പെട്ട പണി ചെയ്യാൻ പോയാലും ഗ്ലൗ മസ്റ്റാണ് കേട്ടോ. ഗ്ലൗ ഇടാതെ ഒരു പരിപാടിക്ക് ഇറങ്ങിയേക്കല്ലേ. അത് ഇവിടെ നിന്നല്ല, എവിടെ ആണെന്നുണ്ടെങ്കിലും. കാരണം കൈയൊക്കെ പോയി കഴിഞ്ഞാൽ പോയതാ, പിന്നെ തിരിച്ച് കിട്ടൂല. ഇതിങ്ങനെ പിടിക്കുക, ഒന്ന് പോരും. കണ്ടോ, ഇതാണ് നമ്മുടെ WD-40 വേറൊരു പതിപ്പ് സാധനം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ടൈറ്റർ ജാം ആകുമ്പോൾ തന്നെ അടിക്കാനായിട്ടുള്ളതാണ്. സൈഡ് കണ്ടോ, ബാക്ക് വശം എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് ഈ സൈഡിലെ ക്ലിപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ടോ, സംഭവം സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഫ്രണ്ടിനും കൂടെ നോക്കിയേക്കാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വണ്ടിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം സെറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം അടച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ യാത്ര നമ്മൾ തുടരാൻ ആരംഭിക്കുകയാണ് ബാരിക്കിന്. ഇനി ബാരിയിലേക്കുള്ള യാത്രയാണ്. ഇതാണ് ഇവിടുത്തെ മിഷൻ. ടാങ്ക് നമ്പർ 7. അപ്പോൾ അത് 0 ആവുമേ. 0 ആയി. അപ്പോൾ അങ്ങോട്ട് തുടങ്ങുവാണ്. ഫസ്റ്റ് ഡീസൽ തന്നെ അടിച്ചേക്കാം. നേരെ വെക്കുന്നു, അതോട്ട് കയറ്റുന്നു, ഫുൾ പവറിൽ. രണ്ടാമത്തെ ടാങ്ക് നടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടാമത്തെ ടാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ചെറിയ പണി കിട്ടി. നമുക്ക് അതും നടക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിച്ച് ശകലം തൈര്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഇച്ചിരി സലാഡിൻ്റെ ഇല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം.
അപ്പോൾ അതിനു വേണ്ടി ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകാമെന്ന് വെച്ചിട്ടാ. നമ്മളെ സൂപ്പർ മാർക്കറ്റിലോട്ട് എത്തിയിട്ട് അതെ ഇതാണ് യൂറോപ്യൻ സ്പേസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ്. ഇങ്ങോട്ടെത്തി ഇനിയിപ്പോൾ സാധനം വാങ്ങിക്കണം. അപ്പോൾ ശരി എന്നാൽ ഈ സാധനം വാങ്ങിച്ചിട്ട് കാണാം കേട്ടോ. ഇതാണ് ഇതിന് മതിയായ റൗണ്ട് ബോട്ടാണ് കേട്ടോ. ഇത് കുഴപ്പമെന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് ചേർത്ത് അങ്ങ് പിടിച്ച് കറങ്ങി പോകണം. ഇല്ലെങ്കിൽ കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ബോട്ടിൽ കയറി വണ്ടി ഉടക്കാൻ ചാൻസ് ഉണ്ട്. ഡോണ്ട് വറി. ഒന്നാമതാ നമ്മൾ പിടുത്തം പെട്ടായിരുന്നത്. നമ്മളിന്ന് 1000 സംതിങ് ലിറ്റർ ഡീസലാട്ടോ കയറ്റിയേക്കുന്ന വണ്ടിക്കകത്ത്. വണ്ടി നല്ല വെടിപ്പെട്ട്, അതായത് 5650 കിലോമീറ്റർ മിച്ചം നമ്മൾ ഓടി. എല്ലാം വന്നിട്ടുണ്ടല്ലോ. PL വണ്ടി എന്തോ പറ്റിയല്ലോ. ആംബുലൻസ് വെയിറ്റ് കൂടുതലാണ്. പക്ഷെ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പിടിക്കും. എൻ്റെ വലി മുട്ടിക്കാനായിട്ടുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുവാണ് അയാൾ. മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ട്. ഇറ്റലി ബോർഡറാണ്. ഓസ്ട്രിയയിൽ നിന്ന് നമ്മൾ നേരെ ഇറ്റലിയിലോട്ട് കയറും കേട്ടോ. ഇതാട്ടോ ഇറ്റലി ബോർഡർ. ഈ ടണൽ പാസ് ചെയ്യുന്നതിന് മുന്നെയാണ് ഇറ്റലി ബോർഡർ. നമ്മൾ ഇറ്റലിക്കകത്തായി കേട്ടോ.